സോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, നമ്മൾ ഇത്രയും നേരം വെയിറ്റ് ചെയ്തിരുന്ന നമ്മുടെ എവരെയും പ്രിയപ്പെട്ട ശ്രീനാഥ് ബാസി. എനിക്ക് എന്തായിരുന്നു പേടിയെന്ന് അറിയാമോ? അയ്യോ എന്തെങ്കിലും ചോദിച്ച് ഇറങ്ങി പോവോ, ടെൻഷൻ ആയിരുന്നു ക്വസ്റ്റ്യൻ. അത് തന്റെ തലയിലുള്ള എനിക്ക് ആ പ്രശ്നമേ ഇല്ല. ഹാപ്പി. ഇപ്പൊ ഞാനും ഹാപ്പിയാണ്, എനിക്കിപ്പോ ഒരു പ്രശ്നമില്ല. താങ്ക് യു. ആ പോടാ ബന്ധാണ് അല്ലേ? അത്രയ്ക്ക് വേണ്ട. ഞാൻ ഭീഷ്മ വർക്ക് ചെയ്യുമ്പോ വിചാരിച്ചായിരുന്നു ദൈവം എങ്ങനെയാണ് ചാവണത്, മറ്റേ ഇതെങ്ങനെ ചാവണത്, ഇതുവരെ ചത്തിട്ടില്ല അല്ലെ, ഇവിടെ കുത്തുകൊണ്ടു എന്താ ചെയ്യാ. One word about your co-stars. ഷെയ്ൻ നിഗം. നിങ്ങളെ രണ്ടുപേരും ഒരുമിച്ചാണല്ലോ എപ്പോഴും ആക്രമിക്കുക. എന്റെ ആക്രമണം തുടങ്ങുമ്പോ ഞാൻ പ്രാർത്ഥിക്കും, ദൈവം ഇവൻ എന്തെങ്കിലും ഒപ്പിക്കണേ. അങ്ങനെയാണെങ്കിൽ ഞാൻ അരിക്കൊമ്പനെ വിളിക്കേണ്ടി വന്നു ഒരു ദിവസം, മനസ്സിലായ. എന്റെ ഭാഗ്യത്തിന് ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോ അടുത്ത ദിവസം അരിക്കൊമ്പനെ ഞാൻ പറയും, നന്ദി അരിക്കൊമ്പ. എനിക്ക് ഇഷ്ടമുണ്ടാവില്ല അരി മാത്രം അടിച്ചോണ്ടാണ്. ഒരുപാട് ഉപദേശങ്ങളൊക്കെ കിട്ടാറുണ്ടോ? ഒരിക്കലും ഇല്ല. അല്ല, ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞിട്ടോ ഇവനൊന്ന് ഉപദേശിക്കുക, അങ്ങനെ ആരെങ്കിലും വന്ന് റിക്വസ്റ്റ് ചെയ്തു? അച്ഛൻ അമ്മേനോട് പറയാറുണ്ട്, അമ്മ അച്ഛനോടും പറയാറുണ്ട് ഇടക്കിടക്ക്. അവരേതെങ്കിലും മൂവീസ് ഒക്കെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് കുത്തിയിരുന്ന് ക്രിറ്റിസൈസ് ചെയ്ത മൂവി ആയിരിക്കും, അല്ലെങ്കിൽ ക്യാരക്ടർ പറഞ്ഞ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? നമ്മളെല്ലാവരും ഇൻഡിവിജ്വൽസ് ആണ് അല്ലെ. നമുക്ക് എല്ലാവർക്കും നമ്മുടേതായ സ്വഭാവങ്ങളുണ്ട്. നമുക്കത് മോശമാണെന്ന് തോന്നി നമ്മളത് തിരുത്തണം. അത് മോശമാണെന്ന് നമുക്ക് തോന്നുന്നില്ലെങ്കിൽ നമ്മളത് കണ്ടിന്യൂ ചെയ്യണം. I just don't like the media. നിങ്ങൾക്ക് വേറെ ചോദ്യങ്ങളില്ലാത്ത പോലെയാണ്. മറ്റേ എന്നെ വിളിച്ചിരുത്തിയിട്ട് മറ്റേ കീറണ പോലെ എന്റെ വേറൊരുത്തം വിളിച്ചിട്ട് ബാസി എങ്ങനെയാണ് ബാസി ഇങ്ങനെ, അതൊക്കെ ആവശ്യമില്ലാത്ത. എന്തെങ്കിലുമൊക്കെ ചെയ്യാം, ചോദ്യങ്ങൾ ചോദിക്കാം, ഞാൻ ഇവിടെ നിന്ന് ഉത്തരം പറയും. It's too much. It's unnecessary. I felt like skinning. എന്റെ തൊലി ഉലിഞ്ഞോണല്ലോ ഇവിടെ ഇരുന്നിട്ട്. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഹലോ എവ്രിവൺ, എല്ലാവർക്കും നമസ്കാരം ആൻഡ് വെൽക്കം ടു മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ബാസി മച്ചാമാരും ആൻഡ് എക്സ്ക്ലൂസീവ് ഗ്രീറ്റ് ആൻഡ് മീറ്റ് ഇവന്റ് വിത്ത് ശ്രീനാഥ് ബാസി. സോ നല്ലൊരു കയ്യടി എനിക്ക് കേൾക്കാമോ? കം ഓൺ എവ്രിവൺ. സോ ആദ്യമായിട്ടാണ് നമ്മുടെ ഡിജിറ്റൽ മീഡിയ ചരിത്രത്തിൽ, എനിക്ക് തോന്നുന്നു ടെലിവിഷനിൽ പോലും ഇങ്ങനെ ഒരു ഗ്രീറ്റ് ആൻഡ് മീറ്റ് ഇവന്റ് ബാസി നൽകിയിട്ടില്ല. അതും നമ്മുടെ മൈൽ സ്റ്റോൺ മേക്കേഴ്സിനാണ് ഇത്രയും എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഗ്രീറ്റ് ആൻഡ് മീറ്റ് ഇവന്റ് ശ്രീനാഥ് ബാസിയുടെ ഒപ്പം. അത് നമുക്ക് എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഭയങ്കര സന്തോഷമാണ്. അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ എല്ലാവരും എത്തിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ആൻഡ് നമ്മുടെ ശ്രീനാഥ് ഏട്ടന്റെ ഏറ്റവും പുതിയ മൂവിയായ കറക്കം എന്ന മൂവിയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഗ്രീറ്റ് ആൻഡ് മീറ്റ് ഇവന്റില് നമ്മോടൊപ്പം ശ്രീനാഥ് ബാസി, നമ്മുടെ എവരെയും പ്രിയപ്പെട്ട ബാസി ശ്രീനാഥ് ഏട്ടൻ ഇവിടെ ജോയിൻ ചെയ്യാൻ പോവുകയാണ്. സോ വരുമ്പത്തിന് നല്ല കയ്യടി കൊടുക്കണം. ഉഷാറാണല്ലോ, ഇവിടെ എത്തിച്ചേരാൻ പോവാണ്. സോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, നമ്മൾ ഇത്രയും നേരം വെയിറ്റ് ചെയ്തിരുന്ന നമ്മുടെ എവരെയും പ്രിയപ്പെട്ട ശ്രീനാഥ് ബാസി. നമസ്കാരം. നമസ്കാരം ചേട്ടാ. ടേക്ക് യുവർ സീറ്റ്. യെസ്, നമ്മുടെ കറക്കത്തിന്റെ ക്രൂ മെമ്പേഴ്സും ആക്ടേഴ്സും എല്ലാവരും നമ്മോടൊപ്പം ജോയിൻ ചെയ്യുകയാണ്. എല്ലാവർക്കും നമസ്കാരം ആൻഡ് വെൽക്കം ടു മൈൽ സ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ബാസിയും മച്ചാമാരും ആൻഡ് എക്സ്ക്ലൂസീവ് ഗ്രീറ്റ് ആൻഡ് മീറ്റ് ഇവന്റ് വിത്ത് ശ്രീനാഥ് ബാസി. ഹലോ ചേട്ടാ. നമസ്കാരം. ഓഡിയൻസ് എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങൾക്കൊക്കെ ഏറെ കാണണമെന്ന്, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല നേരിട്ട്. ഹായ്. കാണണമെന്ന് ആഗ്രഹിച്ചതും ഇവിടെ ഒരുപാട് പേര് ഇൻഫ്ലുവൻസ് ചെയ്തേക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രീനാഥ് ബാസി. ഞങ്ങൾ ഇവിടെ വന്നപ്പോ തൊട്ട് ഇവർ ചോദിക്കും എപ്പോഴാ വരുന്നത് ബാസി ചേട്ടൻ, എപ്പോഴാ വരുന്നേന്ന്. വന്ന് സുന്ദര കുട്ടപ്പനായിട്ട് നമ്മുടെ അടുത്ത് ഇരിക്കുന്നുണ്ട്. അപ്പൊ പുതിയ വിശേഷം എന്താണ്? ജസ്റ്റ് ഫിനിഷ്ഡ് ബാച്ചിലർ പാർട്ടി 2. അപ്പൊ അതിന്റെ കോൺസിക്വൻസസിൽ നിൽക്കുകയാണ് ഞാൻ. വയ്യാണ്ടായി ആ ഒരു ക്ഷീണം ബോഡിയിലൊക്കെ കാണാൻ കഴിഞ്ഞോളൂ. സോ ചെറിയ ചുമ, ജലദോഷം, പനി എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ എല്ലാം ഓക്കെ ആയിട്ടൊക്കെ. ഓക്കെ, അപ്പൊ നമ്മുടെ കറക്കം മൂവിയാണ് അല്ലെ ഇനി അപ്കമിങ് റിലീസ് ആകാൻ പോകുന്ന മൂവിയാണ്. അപ്പൊ ഈ കറക്കം കേൾക്കുമ്പോ നമ്മുടെ മനസ്സിൽ പലതരം കറക്കങ്ങൾ വരാറുണ്ട്. പ്രശ്നത്തിൽ പെടുന്ന ഒരു കറക്കം വരാം, അല്ലെ യാത്ര വരാം. അപ്പൊ ചേട്ടൻ ആദ്യമായിട്ട് ഈ ഒരു ടൈറ്റിൽ കേട്ടപ്പോ എന്താ മനസ്സിൽ തോന്നിയത്? ആക്ച്വലി നമ്മൾ രണ്ടാമത്തെ ടൈറ്റിലാണ്. ഇറ്റ് ഡസ് ജസ്റ്റിസ് ടു വാട്ട് ഹാപ്പൻസ് ഇൻ ദ മൂവി. ഫുള്ള് കുറച്ച് പിള്ളേരുടെ ജീവിതത്തിൽ കുറച്ച് ആൾക്കാർ വന്ന് കയറുമ്പോൾ, ആൾക്കാരോ പ്രേതങ്ങളോ എന്ന് പറയും. സോ യുനോ അത് കാരണം ഉണ്ടാവുന്ന കറക്കത്തിനെ കുറിച്ച് തന്നെയാണ് സിനിമ. സോ ഐ തിങ്ക് ദ നെയിം ഈസ്
correct for the movie. ഓക്കെ, അപ്പം ഇന്നത്തെ ഒരു മൊത്തം പരിപാടി ഒരു ഫാൻസ് മീറ്റ് ആണ്, ഒരു ഫാൻസ് മീറ്റ് ഷോ ആയിട്ടാണ്. അപ്പം തുടക്കം തന്നെ ഫാൻസ് ഇവരൊക്കെ മേഡ് ചെയ്ത ഒരു വീഡിയോ ഞങ്ങൾ ഒന്ന് AV Bolly പ്രസന്റ് ചെയ്തോട്ടെ. Oh God. ഓക്കെ. എനിക്ക് ഒരു പറയില്ല ഫ്രീക്ക് വെരി സിമ്പിൾ. ബാസിക്കുട്ടൻ തല്ലിപ്പൊളി. ബാസി അങ്ങനെയാണ്. അത് നമുക്ക് എല്ലാവരും ഒരുപോലെ ഇരിക്കണം, എല്ലാവരും നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കണം. നമ്മൾ വാശി പിടിക്കാൻ പാടില്ല. ബാസിയാണ്. അത് ബാസിനെ പോലെ പാവം മാത്രമേ ഉള്ളൂ. ഞാൻ ആക്ച്വലി ബാസി ഭയങ്കര പാവമാണ്. എനിക്ക് അറിയില്ല, അത് പല സമയങ്ങളിലും ആളുകൾക്ക് അവനെ കിട്ടും പറ്റി ഉണ്ടാകുന്ന ഒരു പിക്ചർ വേറെ രീതിയിലാണ്. CD, take your phones out, put the flash on, man. Let me see you. എല്ലാവരുടെ ഫോൺ എടുക്കുക. Let me see your flashes. അടിക്ക് മത്താപ്പ് പൂത്തിരിവലാണ്. Take all of your phones out. I want to see, man. Come on. This is a special moment for me. I want to shoot this for you guys, man. Come on. Please. Let me see it. Let me see it. It's beautiful. It's beautiful. Thank you. ഒന്നും കൂടെ. That's beautiful. Thank you. Oh, nice. ഓക്കെ, അപ്പൊ ഇത് ഫാൻസ് മെയ്ഡ് ഒരുപാട് വീഡിയോസ് ഒക്കെ ചേട്ടൻ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ചേട്ടന്റെ ഫാൻസിനോടായിട്ടുള്ള ഒരു ബന്ധം അല്ലെങ്കിൽ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണ് ചേട്ടൻ? I think I only survived because of these guys. I only like എൻ്റെ ആകെയുള്ള ലൈഫ് ലൈൻ ഐ ഫീൽ ലൈക്ക് ഇസ് ദ പീപ്പിൾ ഹു ലൈക്ക് മീ ആൻഡ് ഹു സപ്പോർട്ട് വാട്ട് എവർ ഐ ഡു. അപ്പം എനിക്കൊരു പോസിറ്റീവ് ഇൻഫ്ലുവൻസ് അവരുടെ ജീവിതത്തിൽ ആവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ഓൾ ഐ വാണ്ട് ടു ഡു മാൻ. ലൈക്ക് ഭയങ്കര സന്തോഷമുള്ള ഇറ്റ്സ് എൻ എക്സ്ചേഞ്ച്. ഇറ്റ്സ് എ വെരി natural exchange from people, and whenever people ഇങ്ങനെ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്ത് എന്ത് ചെയ്താലും ലൈക്ക് ഫോർ വീഡിയോസ് ഓർ ലൈക്ക് ജസ്റ്റ് കമ്മിങ് ആൻഡ് സേയിങ് ഹായ് ഓർ ടേക്കിംഗ് എ പിക്ചർ എന്താണെങ്കിലും ഇറ്റ്സ് ജസ്റ്റ് റിയലി ഹംബ്ലിങ് മാൻ. ഐ ഫീൽ ലൈക്ക് ദാറ്റ് ഇസ് ദ ലൈഫ് ലൈൻ. ഈ പരിപാടിക്ക് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ മോട്ടിവേഷനും ഇത് ചെയ്യാനുള്ള ഒരു ശക്തി എന്നൊക്കെ പറയുന്നത് ഇസ് ദ പീപ്പിൾ യു that really follow you and they like you. ഓക്കെ, അപ്പൊ നിങ്ങൾ ഓരോരുത്തരും കാരണമാണ് ഇന്ന് നമ്മുടെ ശ്രീനാഥേട്ടൻ ഇവിടെ വന്നിരിക്കുന്നത്. താങ്ക് യു സോ മച്ച് ഗൈസ്. I think they know that. ഓക്കെ, ശ്രീനാഥേട്ടാ, നമുക്ക് എല്ലാവർക്കും ശ്രീനാഥേട്ടനെ കാണുമ്പോ തന്നെ നമ്മുടെയൊക്കെ ഒരു ഗ്യാങ്ങിൽ ഒരുത്തൻ അല്ലെങ്കിൽ ഒരാളെ പോലെയാണ് തോന്നുന്നത്. നമ്മുടെ എല്ലാവരുടെയും ഗ്യാങ്ങിൽ ചേട്ടനെ പോലത്തെ ഒരാളുണ്ടാവും, ഇത്ര ഫണ്ണി ആയിട്ട് എന്നാ ഇമോഷണലി ഭയങ്കരമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ട് ഇരിക്കുന്ന. ഞാൻ കുറെ കമന്റ്സും കണ്ടു, നമ്മുടെ എല്ലാവരുടെയും കൂട്ടത്തിൽ ഒരാളെ പോലെയാണ് ശ്രീനാഥ് ബാസിനെ തോന്നിയിരിക്കുന്നത്. അങ്ങനെ ആരെങ്കിലും നേരിട്ട് വന്ന് പറഞ്ഞ മൊമെന്റ് ഉണ്ടോ? ആൾക്കാർ ഇപ്പം ഫോട്ടോ എടുക്കാൻ വരുമ്പോഴോ അല്ലെങ്കിൽ എൻ്റെ കൂടെ ഇന്ററാക്ട് ചെയ്യുമ്പോഴൊക്കെ they'll have ഇങ്ങനെ ഒരു അടുപ്പം തോന്നുക അല്ലെങ്കിൽ ഇഷ്ടം തോന്നണമെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇതുപോലെ അവരുടെ കൂട്ടത്തിൽ ഇതുപോലത്തെ ഒരു മണ്ടക്കുണാപ്പി ഉണ്ടാവും. സോ ഇറ്റ്സ് വെരി ഹംബ്ലിങ്. നമുക്ക് അങ്ങനെ ആൾക്കാരുടെ എന്താ പറയാ, ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ ഓർമ്മപ്പെടുത്താനോ അല്ലെങ്കിൽ അവർ കണ്ടിട്ടുള്ള ആൾക്കാരെ പോലെ ഇരിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഇഫ് ഐ ക്യാൻ എന്താ പറയാ ഇൻഫ്ലുവൻസ് ദം ഇൻ ഹാവിങ് എ തോട്ട്, അത് യുനോ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും നല്ല കാര്യത്തിനൊക്കെ അത് ഉപയോഗപ്പെടട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഈ കറക്കം മൂവിയുടെ പോസ്റ്റേഴ്സ് ഒക്കെ കാണുമ്പോൾ ഇപ്പൊ ഒരു ഹൊറർ മ്യൂസിക്കൽ മൂവി ആണെന്ന ടീച്ചറിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പൊ നമ്മുടെ മനസ്സിൽ ഒരു ഹൊറർ മൂവിയുടെ ഒരു ടിപ്പിക്കൽ കോസ്റ്റ്യൂംസ് ഒന്നും അല്ല ഇതിലത്തെ പ്രേതങ്ങൾ ഇട്ടിരിക്കുന്നത്. അപ്പൊ ആക്ച്വലി ഇത് എന്താണ്? ഇതിലത്തെ പ്രേതങ്ങൾ മുട്ടൻ ഡാൻസ് ആണ്. ഡാൻസ് പ്രേതങ്ങളാണ്. It's very interesting. Appo Mr. Subhash has done something really interesting with the movie, and you know all the actors. I think we'll watch the trailer. You'll understand. Praveen anengilum, Femina anengilum, all of us got like good opportunities to like space oru എന്താ പറയാ, horror comedy is what everybody likes right now. അപ്പൊ ഞാൻ അപ്പോഴേ ചോദിച്ചായിരുന്നു ഹൊറർ കോമഡി ആണോ എന്താ വെച്ചാൽ. സോ ഈ സെഡ് നോ, ഈ പ്രേതങ്ങൾ ഡാൻസ് കളിക്കും. Okay, let's go. Yeah, everybody in the movie, man, they're all really good. So അപ്പൊ നമ്മൾ ഈ ഒരു മൂവിയുടെ ഒരു ടീച്ചർ കണ്ടിട്ട് നമുക്കിനി മൂവിനെ കുറിച്ച് ബാക്കി പറയാം അല്ലേ? ഓക്കെ, ടീച്ചർ പ്ലീസ്. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ബർത്ത്ഡേ ടു യു ബച്ചാ.
എന്താടാ പരിപാടി? വല്ലോ കല്ലോ പുല്ലോ വല്ലോ ആണോ? സത്യം പറ, നീയൊക്കെ കൂടെ എന്താ അടിച്ചേ? പച്ചക്കാണ് സാർ, പച്ചക്കാണ് സാർ. ഇത് പച്ചതാ. ഏത് ഇല്ലുമിനാട്ടി പോയാ എന്തെല്ലാം അടിച്ചായിരുന്നു? നമ്മൾ ഇന്നലെ അങ്ങനെ ഒന്നും അടിച്ചിട്ടില്ലല്ലോ. നാ ഊതിക്കേ. പച്ചയല്ലല്ലോടാ, ചോപ്പാണല്ലോ. ഒന്ന് പോയാടാ, ഞാൻ വീട്ടിൽ പോണേ. പോലെ പോലെ ഇപ്പൊ വണ്ടി ആരെടുക്കും? അവന്മാരെ അതിനകത്തല്ലേ ഉള്ളത്, അതിനകത്ത് തന്നെ ഇരിക്കട്ടെ. അപ്പോ കുരിശു കൊണ്ടവന്മാര് ഇനി സമാധാനത്തിൽ ഉറങ്ങില്ല. കുരിശിന്റെ ആത്മാക്കള് അവരുറക്കില്ല. ടീച്ചർ കണ്ടപ്പോ തന്നെ നമ്മളൊക്കെ ഒരു എക്സൈറ്റ്മെന്റ് ഒരു പീക്ക് ലെവലിലാണ് നിർത്തിയിരിക്കുന്നത്. ചേട്ടന് ഈ സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു സ്ക്രിപ്റ്റ് ഒക്കെ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ഓ ഇത് ഞാൻ ചെയ്താൽ കൊള്ളായിരിക്കുന്ന, അത് ഈ കറക്കത്തിലെ ഏത് പോയിന്റിലാണ് തോന്നിയത്? ഓ ഈ ഒരു ക്യാരക്ടർ ഞാൻ ചെയ്യാം എന്ന് തോന്നിയ ആ ഒരു പോയിന്റ് എവിടെയായിരുന്നു? I thought like I've never worked with Praveen. ഓക്കെ. I wanted to work with him. And then I wanted to do something in horror. കുറച്ച് പേടിച്ച കൊള്ളാന്നുണ്ടായിരുന്നു. പേടിയില്ലാത്ത കൂട്ടത്തിലായിരുന്നു ഇത്ര നാളും. കുറച്ച് പേടിന്നല്ല. കറക്കം കഴിഞ്ഞപ്പോ പേടി വന്നോ? നോ. കറക്കം കഴിഞ്ഞിട്ട് നോ, ഐ മീൻ ഹാസ് നത്തിങ് ടു ഡു വിത്ത് ദാറ്റ്. ശരിക്കും പടം ചെയ്യാനായിട്ടുള്ള എക്സൈറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാത്ത ഒരു റോള് ചെയ്യാനാണല്ലോ എപ്പോഴും നമുക്ക്. അപ്പൊ സംതിങ് ഹൊറർ ഇസ് സംതിങ് ദാറ്റ് ഐ like haven't done. Serious that I have done Agashanga too, but not like angana throughout like pedi പരിപാടി അങ്ങനെ പിടിച്ചിട്ടില്ലായിരുന്നു. And it's a different genre, man. It's not an exclusively ഒരു നമ്മൾ നേരത്തെ കണ്ട പോലത്തെ അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള പോലത്തെ ഒരു പരിപാടി അല്ല. വിച്ച് വാസ് ദ ഇൻട്രസ്റ്റിംഗ് പാർട്ട് ഫോർ എന്റെ കഥാപാത്രം ആയിരുന്നില്ല എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. അത് കാരണം ഐ വാണ്ട് ടു ബി പാർട്ട് ഓഫ് ദിസ് മൂവി. ബാസി എന്താ സഹോദരന്മാരെ പോലെ കാണുന്ന ഒരുപാട് സുഹൃത്തുക്കൾ ബാസിക്ക് സിനിമ അല്ലെങ്കിൽ ഫിലിം ഇൻഡസ്ട്രിയിലുണ്ട് അല്ലേ? ഉണ്ട്. ഓക്കെ, അപ്പൊ ഒരു വീഡിയോ കണ്ടാലോ നമുക്ക്? ഓ ഗോഡ്. ഓക്കെ. ബാസിക്കുട്ടൻ തല്ലിപ്പൊളിയാണ്. ബാസിന്റെ അടുത്ത് ഞാൻ ചോദിച്ചപ്പോ ആസിഫിനെ പറ്റി ചോദിച്ചപ്പോ എന്താ പറഞ്ഞത്? കല്യാണത്തിന് വിളിച്ചിട്ട് വരാത്ത കഥയാ പറഞ്ഞത്. അവന് ഓർമ്മയില്ലാത്തതായിരിക്കും. ഞാൻ പോയിട്ടുണ്ട്. ചേട്ടൻ വിളിച്ചിട്ട് ചേട്ടന്റെ കല്യാണത്തിന് അത് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ. അത് എനിക്ക് തോന്നുന്നു ബാസി ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്ന ഒരാൾ ഞാനാണ്. ബാസി എന്ത് ചെയ്താലും അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാം. ബാസി അങ്ങനെയാണ്. അത് നമുക്ക് എല്ലാവരും ഒരുപോലെ ഇരിക്കണം, എല്ലാവരും നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കണം, നമ്മൾ വാശി പിടിക്കാൻ പാടില്ല. ബാസിയാണ്. അത് ബാസിനെ പോലെ അവൻ മാത്രമേ ഉള്ളൂ. ഇപ്പം ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഇപ്പോൾ ബിടെക് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എൻ്റെ ജോലിയാണ് രാവിലെ ബാസിനെ ഷൂട്ടിങ്ങിന് കൊണ്ടുപോകാന്നുള്ളത്. കാര്യം അവൻ എൻ്റെ അടുത്ത് ദേഷ്യപ്പെടൂലെന്ന് ആ ലൊക്കേഷനിൽ എല്ലാവർക്കും അറിയാം. ബാക്കി ആര് വിളിച്ചാലും ചിലപ്പോൾ അവൻ ചീത്ത പറയുമോ അങ്ങനെയൊക്കെ ചെയ്യും. ഞാൻ പോയി റൂമിലിരുന്ന് ഞാൻ ഡോറിൽ തട്ടി ബാസിക്കുട്ട വിളിച്ച് ബാസി എഴുന്നേറ്റ് വന്ന് എന്നെ ചീത്ത വിളിക്കണമെന്ന് അവനുണ്ട്. പക്ഷെ ഞാനായതുകൊണ്ട് ചീത്ത വിളിക്കാത്തതാണ്. ഇപ്പൊ കേൾക്കുന്ന കുറെ കാര്യങ്ങൾ ഏതെങ്കിലും ഒരു പോയിന്റില് ബാസിന്റെ അടുത്ത് ആസ്പിക സംസാരിച്ചിട്ടുണ്ടോ? എടാ അങ്ങനെയല്ല, എടാ ഇങ്ങനെയാണ്, എന്തെങ്കിലും ഒരു രീതിയിൽ ആസ് എ ബ്രദർ അല്ലെങ്കിൽ ആസ് എ ഫ്രണ്ട് ഒക്കെ സംസാരിച്ചിട്ടുണ്ടോ? പാർവതി, നമ്മളെല്ലാവരും ഇൻഡിവിജ്വൽസ് ആണ് അല്ലേ? നമുക്ക് എല്ലാവർക്കും നമ്മുടേതായ സ്വഭാവങ്ങളുണ്ട്. നമുക്കത് മോശമാണെന്ന് തോന്നി നമ്മളത് തിരുത്തണം. അത് മോശമാണെന്ന് നമുക്ക് തോന്നുന്നില്ലെങ്കിൽ നമ്മളത് കണ്ടിന്യൂ ചെയ്യുക. ഇപ്പം എനിക്കൊരു മോശം സ്വഭാവമുണ്ട്, പക്ഷെ പാർവതിക്ക് എന്നെ ആവശ്യമുണ്ടെങ്കിൽ പാർവതി എന്നെ തന്നെ വിളിക്കും. അല്ല എന്നെ ആവശ്യമില്ലെങ്കിൽ പാർവതി വേറൊരാളെ വിളിക്കും. അപ്പൊ വിളിക്കുന്ന ആൾ ആ റിസ്ക് എടുക്കാൻ റെഡിയാണ്. ദാറ്റ് മാറ്റേഴ്സ്. ബാസി അങ്ങനെയാണെന്ന് മനസ്സിലാക്കി ബാസിനെ ഉപയോഗിക്കുന്നവർ ഉപയോഗിക്കുക. അല്ല ബാസി ഇങ്ങനെ ഒരാളാണ്, എന്റെ ലൊക്കേഷനിൽ വന്നാൽ എനിക്ക് പ്രശ്നമുണ്ട്, എനിക്ക് ഇവരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല, അവർ വിളിക്കരുത്. പക്ഷെ ബാസി വെച്ച് സിനിമ ചെയ്യുന്ന സമയത്ത് അവരെ മനസ്സിലാക്കി ചെയ്യാൻ അല്ലെങ്കിൽ അവരുടെ സ്വഭാവങ്ങളും അവരുടെ പ്രശ്നങ്ങളും മനസ്സിലാക്കി സിനിമ ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം അവരെ വിളിക്കുക അല്ലെ? അതല്ലേ അതിന്റെ കൃത്യമായ. ബാസിനെ ഇത്രയും മനസ്സിലാക്കിയ ഒരു സഹോദരൻ വേറെ ഉണ്ടായിട്ടുണ്ടോ? ഇത്രയും അധികം. കാരണം എപ്പോ ആസിഫിക്കയോട് ബാസിനെ പറ്റി ചോദിച്ചാലും വെരി സ്വീറ്റ്, അടിപൊളി മനസ്സിലാണ്. I just don't like the media making it like a ഇങ്ങനെ അതിനെ സിനിമയ്ക്ക് നല്ല പാട്ടൊക്കെ ഇട്ട് അതൊക്കെ ഭയങ്കര പോറാടോ. അത്രക്ക് സീരിയസ് അല്ല ഈ ഇഷ്യൂ, മനസ്സിലായ? ലോകത്ത് പക്ഷെ നമ്മൾ എന്തിനാ വെറുതെ ഇപ്പോ
പിന്നെയും പിന്നെയും അതിനെ മനസ്സിലായില്ലേ എടുത്ത് അത് ആക്ച്വലി അവനും അതിനെ കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല. ആ ചോദ്യം ഉണ്ടല്ലോ ബേസിക്കലി വിളിച്ചിരുന്നോ, ഒരു പ്രാവശ്യമെങ്കിലും വിളിച്ച് പറയാറുന്നില്ലേ ബാസിനോട് എന്തിനാണ് യുനോ അങ്ങനെ. നല്ല സാരിയാണല്ലോ ചേച്ചി എവിടെ നിന്നാ മേടിച്ചേ എന്നുള്ള മൂടാണ് മനസ്സിലായ. സോ ഇറ്റ്സ് നോട്ട് നൈസ്. അത് ക്വസ്റ്റ്യൻസിന്റെ ആണത്. ദാറ്റ്സ് ബിക്കോസ് ഓഫ് പീപ്പിൾ ലൈക്ക് യുനോ ഐ അണ്ടർസ്റ്റാൻഡ് ഇപ്പൊ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ചോദ്യം അൺനെസസറി ആണ് ശരിക്കും. അപ്പോൾ അല്ലാണ്ട് ആസിഫ് ഇസ് ബേസിക്കലി ലൈക്ക് ഓൾ അതർ ഫ്രണ്ട്സ് എല്ലാം എൻ്റെ അടുപ്പമുള്ള കൂട്ടുകാരെ പോലെയും എല്ലാവരായിട്ടും ഇതായിട്ട് കാണാം. ഇതെന്ന് വെച്ചാൽ the only thing the media has to talk about is to make it like films, like okay അതിനെങ്ങനെ ആക്കി അതിന്റെ പരിപാടി. അല്ലാണ്ട് എടാ റിയൽ ലൈഫിൽ തന്നെ ഈസ് വെരി സ്വീറ്റ്. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. യുനോ ഇറ്റ് ഡസന്റ് റിയലി മാറ്റർ ലൈക്ക് എന്താണ് നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റേ ഫുൾ ടൈം വിളിച്ച് മറ്റേ അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. എല്ലാവരും ഭയങ്കരമായിട്ട് അളിയൻ പറഞ്ഞ പോലെ ഇൻഡിവിജ്വൽസ് ആണ്. എല്ലാവർക്കും അവരുടേതായ ജീവിതവും പരിപാടിയും വെരി ക്ലോസ്. എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ബും ലൈക്ക് വി ആർ ഓൾ ദെയർ. പക്ഷെ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേറെ ചോദ്യങ്ങളില്ലാത്ത പോലെയാണ്. മറ്റേ എന്നെ വിളിച്ചിരുത്തിയിട്ട് മറ്റേ കീറണ പോലെ എന്റെ വേറൊരുത്തം വിളിച്ചിട്ട് ബാസി എങ്ങനെയാണ് ബാസി ഇങ്ങനെ അതൊക്കെ ആവശ്യമില്ലാത്ത. വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം, ചോദ്യങ്ങൾ ചോദിക്കാം, ഞാൻ ഇവിടെ നിന്ന് ഉത്തരം പറയും. ഇറ്റ്സ് ടു മച്ച്, ഇറ്റ്സ് അൺനെസസറി. ഐ ഫെൽറ്റ് ലൈക്ക് സ്കിന്നിങ്. എന്റെ തൊലി ഉലിഞ്ഞോണല്ലോ ഇവിടെ ഇരുന്നിട്ട്. ബാസി അങ്ങനെയാണ് ബാസി ചുമ്മാ ഇരുന്ന് കണ്ടട്ടെ നിങ്ങളെടുത്ത് കാണിക്കാണല്ലോ, അതുകൊണ്ട് പറഞ്ഞാട്ടോ. കുഴപ്പമൊന്നുമില്ല, എനിക്കിത് ആദ്യമല്ലല്ലോ. അല്ല ബാസിനെ കുറച്ചൊന്ന് ഇമോഷനൊക്കെ ആക്കാന്നൊക്കെ വിചാരിച്ചാണോ? ഇമോഷണൽ ആക്കാൻ തന്നെയോ? പറയുമ്പോഴത്തേക്കും ഞാൻ കുറെ കണ്ടാടോ നിങ്ങളൊക്കെ ഇത് പ്രാവശ്യമായിട്ട് കണ്ട് കാണിച്ചിട്ട്. പക്ഷെ ആദ്യമായിട്ടല്ലേ നമ്മുടെ ഇവിടെ ഒരു ഇവന്റ് പോലെ നടത്തുമ്പോ നമ്മുടെ ഫാൻസ് എല്ലാവരും എനിക്ക് ഇവരൊക്കെ അറിയാം, എനിക്ക് ഇവരൊക്കെ പരിചയമുള്ളവരല്ലേ ചോലെ, എനിക്ക് അറിയാവുന്ന ആൾക്കാർ ഇവരെല്ലാരും. പക്ഷെ ഞാൻ തന്നെ കുറ്റമായിട്ട് പറഞ്ഞാലോ, എനിക്ക് മനസ്സിലായി യു ആർ ട്രൈങ് ടു പുൾ റിയാക്ഷൻ ലൈക്ക് യു നോ മറ്റേ സാധനം. ഐ ലൈക്ക് ദാറ്റ്. പക്ഷെ അവിടെ ഇരുന്നിട്ട് ഇത് കണ്ടിട്ടെ ഞാൻ ഇങ്ങനെ എന്റെ അമ്മേ ഇറ്റ് ഇസ് നോട്ട് നൈസ്. അത് നല്ലതല്ല. നമ്മൾ വിളിച്ചത് അതിന്റെ ഒന്നും ആവശ്യമില്ല. അതൊക്കെ നമുക്ക് വേറെ എന്തൊക്കെ ചോദിക്കാം, വേറെ എന്തൊക്കെ അടിപൊളിയായിട്ട് ഞാൻ ക്വസ്റ്റ്യൻസിലേക്ക് വരാം. പ്ലീസ്. ഈ ഒരു മീഡിയ പറഞ്ഞുകൊണ്ട് ചോദിക്കാണ്, ഈ മീഡിയക്കാർ അല്ലെങ്കിൽ മാധ്യമങ്ങള് ഈ ബാസിയേട്ടനെ ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന പോലെയൊക്കെ തോന്നിയിട്ടുണ്ടോ? ഇപ്പൊ തോന്നിയായിരുന്നു, കണ്ടായിരുന്നില്ലേ? തോന്നി. അയ്യോ എന്നെ ട്രോള് കേട്ടല്ലേ. അല്ലല്ലേ കാര്യം പറഞ്ഞോ. ഇത് വളഞ്ഞിട്ട് ആക്രമിച്ചില്ല, അല്ലാതെ പൊതുവെ രണ്ട് കസേരയിട്ട് ബാക്കിൽ LED ബോളിട്ട് കൊറേ ലൈറ്റും വെച്ചിട്ട് ആക്രമിച്ച് വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ എനിക്കിതൊക്കെ ഇഷ്ടമാണ് മോളെ. എന്താ ഇഷ്ടമുള്ളത്? ഇതൊക്കെ എനിക്ക് ഇഷ്ടമുള്ള കുഴപ്പമില്ലെന്ന് പറഞ്ഞ പ്രൊമോഷൻസ്. ബാസിയേട്ടനെ ചെറിയ അങ്ങനെ വലിയ ഇപ്പൊ ഇത് കാണിച്ച പോലെ തന്നെ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇവന്റ്സ് അല്ലെങ്കിൽ ഇങ്ങനത്തെ കളർഫുൾ ലൈഫിനെക്കാളും ഒതുങ്ങി ജീവിക്കുക അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങൾ മതിയോ മനസ്സിന് സന്തോഷം വരുത്താനായിട്ട്? എനിക്കും അടിപൊളി സാധനങ്ങൾ ഇഷ്ടമാണ്. അങ്ങനെ സിമ്പിൾ എന്നുള്ളതൊന്നുമല്ല, എന്നാലും ബട്ട് ഐ ഫീൽ ലൈക്ക് കുറച്ചും കൂടെ ശാന്തി സമാധാനം അങ്ങനത്തെ ഒരു പരിപാടിയാണ്, പീസ്ഫുൾ അങ്ങനത്തേതാണ് ആഗ്രഹിക്കുന്നത്. അല്ലാണ്ട് ഫുൾ ടൈം സിനിമയിൽ നമ്മൾ ഇതൊക്കെ ചെയ്യണ്ടല്ലോ. യു ആർ ഡൂയിങ് എ ലോട്ട് ഓഫ് അതർ ഈ ഗ്ലിച്ച് ഗ്ലാമർ പരിപാടി നമ്മൾ ചെയ്യണ്ട. അല്ലെങ്കിൽ തന്നെ അത് ജോലിയാണ്. അല്ലെങ്കിൽ തന്നെ ദി അതർ സൈഡ് ഇറ്റ് ഈസ് നൈസ് ഇഫ് ഇറ്റ്സ് പീസ്ഫുൾ ക്വയറ്റ് യു നോ. ബാസിയേട്ടനെ ഇപ്പൊ ഒരിടയ്ക്ക് ഒരു ന്യൂസ് കേട്ടാ ഫിലിമിൽ ആക്ടിങ് നിർത്താൻ പോവാണ്. അല്ല ഇതൊക്കെ താൻ എവിടെന്നാണോ കേക്കണത്? താൻ ആദ്യം കേക്കണ സ്ഥലം മാറ്റി, എന്നിട്ട് നല്ല ന്യൂസ് പേപ്പർ ഒക്കെ വായിക്കും, അല്ലെങ്കിൽ എന്നെ വിളിച്ചു ചോദിക്കും ബാസ് ചേട്ടാ നമ്പർ തരുമോ, ഇനി വിളിച്ചു ചോദിക്കാം. നോ അങ്ങനെയൊന്നുമില്ലടാ. ഐ ലവ് ആക്ടിങ്, ഐ ഡൈ ആക്ടിങ് യു നോ. അല്ലെങ്കിൽ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ, ഏതെങ്കിലും ഒരു മൊമെന്റിൽ തോന്നിയിട്ടുണ്ടോ ഇത് വർക്ക് ആവുന്നില്ല, അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങളൊന്നും വർക്ക് ആവുന്നില്ല, ദിസ് ഇസ് നോട്ട് വർക്കിംഗ്, അല്ലെങ്കിൽ വേറെ അങ്ങനെ എപ്പോഴെങ്കിലും ചിന്തയിൽ പോലും വന്നിട്ടുണ്ടോ? എടാ നീ മഞ്ഞുമല ഉണ്ടായിരുന്നോ? എങ്ങനെയുണ്ട് പടം? അടിപൊളി. ഞാനെന്തിനാണോ പിന്നെ ഇങ്ങനത്തെ മണ്ട ചിന്താഗതിയൊക്കെ തലേ വെക്കണത് അല്ലേ? എന്താ കുട്ടിയുടെ ഫുൾ നെയിം? എവിടെ വീട്? ചമാസക്ക് വെച്ചാ പറയണ്ട. അല്ല എന്റെ അനിയൻ ഇതിനകത്ത് അഭിനയച്ചിട്ടുണ്ട്. ഏതില്? പ്രേതം. ഇതിലോ? ഇതിലൊരു പ്രേതം അനിയനാ? ഇതിലൊരു എടാ നിന്റെ ചേച്ചിയത് അഭിമാനിക്കാതെ. His name is Kane, right? Kane ആണ്. So both, so your Kenna.
കെന്ന ആ, കെന്ന കെന്ന കെ കേറ്റ്. അല്ല അവന് ഞാൻ സ്പെല്ലിംഗ് പഠിച്ചായിരുന്നു മച്ചാന്റെ KEYI എന്ന്. അപ്പൊ അവരെന്നോട് പറഞ്ഞു ചെലപ്പം ബാസിയേട്ടന് മനസ്സിലാവത്തില്ല ഞാൻ പ്രേതത്തിന്റെ ഒക്കെ മേക്കപ്പിലല്ലേ. ഞാൻ പറഞ്ഞു ഞാനോട് പറഞ്ഞു പക്ഷെ എനിക്ക് ഒരു ഞാൻ പിന്നെ തിരിച്ചുപോയി അവന്റെ പ്രേതക്കോലത്തിലെ യെസ് ഓക്കെ പള മനസ്സിലായി. ഓക്കെ കാരണം ഓക്കെ. ഫുൾ ടൈം ഇവരുടെ ലെൻസിലാണ് ഞാൻ കണ്ടോണ്ടിരുന്നത്. അതെ 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 ലെൻസ്. സ്കൂൾ ബ്രോ സ്മോൾ വേൾഡ്. ഓക്കെ, അപ്പൊ ഞാൻ എന്റെ അനിയനോട് തന്നെ ചോദിക്കാം എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ബാസിയേട്ടൻ കറക്കം സെറ്റ്. സത്യം പറയരുത് പ്ലീസ് അല്ല. ഞങ്ങൾ ഈ പറഞ്ഞ പോലെ കുറച്ച് സീൻസിലായിരുന്നു ഒരുമിച്ച് ഉണ്ടായുള്ളൂ. പക്ഷെ ലൈക്ക് എനിക്ക് വേറെ എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. എന്നെ ലൈക്ക് ഭയങ്കര ഈസി ആയിരുന്നു ഞങ്ങളൊപ്പം വർക്ക് ചെയ്യുമ്പോഴും. അതൊക്കെ തന്നെ അടിപൊളിയായിരുന്നു. അടിപൊളിയായിരുന്നു. ഓക്കെ. എന്റെ കാര്യമൊക്കെ വിട്. ഇവന് വയ്യായിരുന്നു. ഇവന്റെ കണ്ണിലെ ലെൻസും മേക്കപ്പ് ഒക്കെ ആയിട്ട് ഇവർക്ക് ദേ ഹാഡ് സോ മച്ച് വർക്ക്. അവരെ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യണം. ഈ നമ്മുടെ പടത്തില് ഇപ്പൊ കെയിന്റെ കൂടെ വർക്ക് ചെയ്ത എല്ലാവരും ഷോണും മനോജ് ഓൾ ദി ബോയ്സ് ഷാലു ഇവരൊക്കെ മേക്കപ്പ് ഇട്ട് വരുമ്പോ കാണുമ്പോ നമുക്ക് വിഷമാവും കാണുമ്പോ. ലോഡ് ഓഫ് വർക്ക്. Big ups to you brother, like you know, good stuff man. ഓക്കെ, നമ്മുടെ കറക്കത്തിലെ ഫെമിന. യെസ്, ഫെമിന ഉണ്ട് നമ്മളൊപ്പം ജോയിൻ ചെയ്യണ്ട. ഹലോ. നമ്മളായിട്ട് ഒരു ബന്ധമാണ്. എന്റെ സീനിയറാണ്, രാജഗിരിയിലല്ലേ. എന്റെ സൂപ്പർ സീനിയർ. എല്ലാവരായിട്ട് ഒരു കണക്ഷൻ ഉണ്ട്. ഓക്കെ, ചിലപ്പോൾ കറക്കം ആസ് ലൈക്ക് നേരത്തെ ബാസി പറഞ്ഞ പോലെ തന്നെ കുറച്ച് ചെറുപ്പക്കാരുടെ ഇടയിലേക്ക് അൺഇൻവൈറ്റഡ് ആയിട്ട് വരുന്ന കുറച്ച് ഗസ്റ്റുകൾ അതിൽ ചുറ്റിപ്പറ്റുന്ന കറക്കമാണ് ദ ഹോൾ മൂവി ഈസ് അബൌട്ട്. സോ യാ ഇറ്റ് വിൽ ബി എ ഫൺ റൈഡ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതില് ടീച്ചറെ കണ്ടല്ലോ, വരച്ച് വരയിൽ നിർത്തുന്ന ഒരാളാണോ ഫെമിനയുടെ ക്യാരക്ടർ? കുറച്ച് ചെറുതായിട്ട് പേടിപ്പിച്ചൊക്കെ നിർത്തുന്നത് പോലെ തോന്നി. ഓക്കെ, അങ്ങനെ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഓക്കെ, പേടിച്ചില്ലെന്ന് അറിയില്ല. ഓക്കെ. ആൻഡ് ഫെമിന അല്ലു അർജുന്റെ മൂവിയിലുണ്ടോ? പാർട്ട് ഓഫ് ഇറ്റ്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് ആയിട്ടുള്ള മൂവിയില് നമ്മുടെ ഫെമിന പറഞ്ഞു. പറഞ്ഞു. I heard today. ഞാൻ ചോദിച്ചായിരുന്നു എവിടെയാണ് വർക്ക് ചെയ്യണത്. ഞാൻ ദീപിക പടുക്കോണ്ട് കൂടെ. അതെ, ദീപിക പടുക്കോൺ അവിടെ അങ്ങ് എത്തിയേ. Big ups to her man. Congrats to you Femina. Full power man. Full power. ഷൂട്ടൊക്കെ തുടങ്ങി അതിന്റെ? ഷൂട്ട് തുടങ്ങി. ഓക്കെ, ഈ കറക്കം സെറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? ഈ ലൈക്ക് ഞാൻ ചിലപ്പോൾ കേട്ടിട്ടുണ്ട് ഈ പ്രേത മൂവീസ് ഒക്കെ ഷൂട്ട് ചെയ്യുമ്പം ഇപ്പൊ എസ്രയില് രാജുവേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഫീൽ ഒക്കെ വന്നു. നിങ്ങൾക്ക് അങ്ങനത്തെ വല്ല ഫീൽ വന്നു? എനിക്ക് പേഴ്സണലി അങ്ങനെ പറഞ്ഞ പോലെ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. ഇൻ പേഴ്സണൽ ലൈഫിലാണെങ്കിലും ചില സിറ്റുവേഷൻസ് നത്തിങ് റിലേറ്റഡ് ടു അങ്ങനെ പ്രേതം അല്ലാതെ നമ്മൾ ചുമ്മാ പേടിക്കുമല്ലോ. ലൈക്ക് നോട്ട് ലൈക്ക് ഈ പടത്തിലെ വെച്ചിട്ടല്ല, അല്ലാതെ റിയൽ ലൈഫില് ചുമ്മാ രാത്രി കിടക്കുമ്പോ എന്തെങ്കിലും ശബ്ദം കേൾക്കുമ്പോ നമ്മള് ബെഡ് ലിസ്റ്റ് ഇല്ല, അങ്ങനത്തെ ഒക്കെ ഒരു സംഭവം അല്ലാതെ നോട്ട് പ്രേതം റിലേറ്റഡ് ലൈഫില് പേഴ്സണൽ ആയിട്ട് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ഓക്കെ, ആ ചിരിച്ച ആളോട് തന്നെ നമുക്ക് ചോദിക്കാം, എന്താ ചിരിച്ച? പറഞ്ഞു. ചുമ്മാ എന്തോ ഒരു കാര്യം ഉണ്ടല്ലോ, ഈ ചിരി വരണമെങ്കിൽ സെറ്റിൽ നടന്ന എന്തോ ഒരു ഇൻസിഡന്റ് ആലോചിച്ചായിരിക്കും ചിരിച്ച. ആ ഇൻസിഡന്റ് ഞങ്ങളോട് പറഞ്ഞു. കുഴപ്പമില്ല. സെറ്റിലൊന്നുമില്ല, നമ്മൾ ഇവിടെ വാഗമണില് ഷൂട്ട് നടക്കുന്ന സമയത്ത് നൈറ്റ് ആയിരിക്കും. എല്ലാരും തണുത്ത് കുറച്ച് ഓരോ സ്ഥലത്ത് ഓരോ തീ ഉണ്ടാവും. അതിന്റെ ഇടയിൽ ആൾക്കാർ ഇരിക്കും, അത്രേ ഉള്ളൂ. വേറെ ഓക്കെ, ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു കോമ്പിനേഷൻ നിങ്ങൾ രണ്ടുപേരായിട്ടല്ലേ ഏറ്റവും കൂടുതൽ കോമ്പിനേഷൻ സീൻസും കാര്യങ്ങളൊക്കെ. അപ്പൊ നിങ്ങളുടെ ഒരു ബോണ്ടിങ് എങ്ങനെയാണ് ഫിലിമിൽ? എന്തായിട്ടാണ് അടുത്ത് വെച്ചിട്ടൊന്ന് മൈക്കൊന്നാണ് ഞങ്ങളുടെ ബോണ്ടിങ് ഇത് നമ്മള് ഒരു ചെറിയൊരു ഇൻസിഡന്റ് ഉണ്ടാവുന്നുണ്ട് ഇതിന്റെ. ആ ഇൻസിഡന്റ് മുതൽ പിന്നെ ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അങ്ങനെയാണ് ആ യാത്ര. എറണാകുളം തുടങ്ങി നമ്മൾ വാഗമൺ വരെ പോകുന്നു. അങ്ങനെയുള്ളൂ. ഓക്കെ, എറണാകുളം ടു വാഗമൺ ഒരു റോഡ് മൂവി ആയിട്ടും കറക്കത്തെ കൺസിഡർ ചെയ്യാം. ഇഷ്ടമുള്ള കൺസിഡർ ചെയ്തോളാനല്ലേ? ഓക്കെ, ഇൻട്രസ്റ്റിംഗ്. എനിക്ക് ഇവരെല്ലാം പറയണ കേട്ടിട്ട് ഞങ്ങൾക്ക് ഇപ്പൊ കറക്കം. അതെ, ഐ തോട്ട് ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. കാരണം ഈ ഹൊറർ കോമഡി അങ്ങനെയൊക്കെ വരുമ്പോഴും ഐ വാസ് ഓക്കെ സ്കെപ്റ്റിക്കൽ. നമ്മളിപ്പോ ഇറ്റ്സ് ഗെറ്റിംഗ് ക്ലീഷേഡ് റൈറ്റ് നൗ. പക്ഷെ when he said the ghosts are dancing in the movie, I was like, okay, now that's interesting. And it's a good fun thriller, I feel like.
ഓക്കെ. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ചേട്ടനെ കാണാൻ വന്നിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇവർക്ക് എല്ലാവർക്കും ഒന്നെങ്കിൽ മൂവി ഇഷ്ടമുള്ള മൂവിയിൽ ആക്ട് ചെയ്യണം, അല്ലെങ്കിൽ മൂവീസ് പാഷൻ ആയിട്ട് നടക്കുന്നതാണ്. അപ്പൊ ചേട്ടനും ഇതുപോലെ തന്നെ ഒരുപാട് സ്ട്രഗിൾസിലൂടെയാണ് ഇപ്പൊ ശ്രീനാഥ് ബാസി എന്ന ഒരു ലേബൽ ഏറ്റെടുത്തിരിക്കുന്നത്, അല്ലെ? RJ, VJ അങ്ങനെ എല്ലാ ആക്ടർ. ഓക്കെ. ആൻഡ് ഇവരോട് കൊടുക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് ടിപ്പ് എന്തായിരിക്കും, അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് അഡ്വൈസ് എന്തായിരിക്കും? ബി യുവർ സെൽഫ് ആൻഡ് ഡു വാട്ട് യു റിയലി വാണ്ട് മാൻ. ലൈക്ക് നമ്മൾ ഭയങ്കര കലക്ക സമയത്തല്ലേ ഇപ്പൊ ജീവിക്കണം. അപ്പൊ എവറിഥിങ് ഇസ് പോസിബിൾ, ആർക്കും എന്ത് ചെയ്യാം. സോ ഐ ഡോണ്ട് തിങ്ക് എനിബഡി നീഡ്സ് മൈ അഡ്വൈസ്. ദേ ഓൾ നോ വാട്ട് ടു ഡു. യുനോ, നമ്മൾ അത്രയ്ക്ക് അടിപൊളി സമയത്ത് നമ്മൾ ജീവിക്കുന്നത്. സോ ഐ റിയലി ഹോപ്പ് all you all won't doubt yourself. You know, just that's the only thing stopping you. ഓക്കെ. ബാക്കി നല്ല സമയത്ത് ജീവിക്കണം ഇപ്പൊ നമ്മളല്ലേ. അതെ, നല്ല സമയത്താണ് നമ്മൾ എല്ലാവരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. ചേട്ടന്റെ സമയം നല്ലതാണോ? കുഴപ്പമില്ല, കാണാൻ nice. ആ, ഏത് ടൈമാണ് ഏറ്റവും നല്ലതായിട്ട് തോന്നിയത്? ഒരു 10-10:45. ആ ടൈമാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ടൈം. Oh, bro, I like your sister. She's funny. കണക്കൊന്നും പറയല്ലേ. You're funny, എന്ത് man. പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് ഈ വാതിലിന്റെ You're very ഉള്ളില് sweet. You're very തല്ലി sweet. തീർക്കാം നമുക്ക്. Oh, God. അതല്ലേ ഈ RJ, VJ അത് വെച്ചാൽ ഭയങ്കരമായിട്ട് നോൺ സ്റ്റോപ്പ് ആയിട്ട് സംസാരിക്കാനുള്ള ഒരു ടാലന്റും കാര്യങ്ങളൊക്കെ വരണം. അപ്പൊ ഞാൻ എപ്പോഴും ഇങ്ങനെ ചിന്തിക്കും, ഓ ചേട്ടൻ RJ, VJ ഒക്കെ അത്രയും ചെറുപ്പത്തിൽ അത്രയും നന്നായിട്ട് സംസാരിക്കുന്ന കൂട്ടത്തിലായിരുന്നു. ഇതുപോലെയൊക്കെ തന്നെ. Never used to speak like അങ്ങനത്തെ ഒരു സാധനം ഇല്ലായിരുന്നു. പക്ഷെ എനിക്ക് ആ പരിപാടി ഭയങ്കര ഇഷ്ടമായിരുന്നു. 60 കിലോമീറ്റർ റേഡിയസിൽ പാട്ട് വെക്കണം, സംസാരിക്കണം, റേഡിയോ സ്റ്റേഷൻ, അങ്ങനത്തെ പരിപാടി ഭയങ്കര അടിപൊളിയായിരുന്നു. ഓക്കെ. ആ ഒരു സെറ്റ്, ആ ഒരു റേഡിയോ സെറ്റപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. സ്റ്റുഡിയോ ലൈവ് ഓൺ എയർ സ്റ്റുഡിയോ അടിപൊളിയായിരുന്നു. ഓക്കെ. എനിക്ക് പലപ്പോഴും തോന്നിയേക്കണേ ചേട്ടന്റെ ഒരു ലൈഫ് ഭയങ്കര പ്ലാൻഡ് ആയിട്ട് തോന്നി. കാരണം നമ്മളെല്ലാവരും സ്റ്റെപ്പിംഗ് ടെലിവിഷൻ ആയിരിക്കും, അല്ലെങ്കിൽ RJ, VJ, അത് കഴിഞ്ഞിട്ടാണ് ഫിലിം. അതുപോലെ തന്നെയാണ് ചേട്ടന്റെ ആ ഗ്രാഫും പോയിരിക്കുന്നത്. ഞാൻ നോക്കിയപ്പോ എനിക്ക് മീഡിയയിൽ ആരും പരിചയമില്ല. ഓക്കെ. ഞാനിപ്പോ ആദ്യം ഇവനെ കാണാം, ആസിഫിനെ കാണാം. അത് ഏതോ റെഡ് FM ഞാൻ വർക്ക് ചെയ്തോണ്ടിരിക്കുമ്പോ റെഡ് FM ഇങ്ങനെ വരുമല്ലോ ഫിലിമിന്റെ ഓഡിയോ ലോഞ്ചിന് വന്നിരിക്കുക. അപ്പൊ ഞാൻ ഓഫീസിൽ അവരുടെ കൂടെ വന്നേക്കാം നോക്കുമ്പോ ആസിഫ് അലി ഉണ്ട്. അവൻ നേരെ ഒന്ന് ഹായ് കെട്ടി പിടിക്കുക. എനിക്കറിയില്ല അവൻ അങ്ങനെ. ക്ലബിലൊക്കെ അവിടെ ചെന്ന് കണ്ടിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ആൻഡ് ബട്ട് ദെൻ ദാറ്റ്സ് വെൻ ഐ അണ്ടർസ്റ്റുഡ്, ഓക്കെ അറ്റ്ലീസ്റ്റ് ഈ ജോലിക്ക് വന്ന ശരി നന്നായി. കാരണം എനിക്ക് എങ്ങനെ ഇത് വർക്ക് ചെയ്യുന്നത്, എങ്ങനെ ഇതിന്റെ പരിപാടി, അല്ലെങ്കിൽ മീഡിയയിൽ ആരെങ്കിലും അല്ലെങ്കിൽ സിനിമയിൽ ഒരു ബന്ധമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് പോകുമ്പോൾ റേഡിയോ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു എനിക്ക് മീഡിയയിലേക്ക് വരാനും, മീഡിയയുടെ ഒരു ഫംഗ്ഷൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാനും, അതിന്റെ ഭാഗമാവാനും. അപ്പോഴാണ് എനിക്ക് ഇൻഡസ്ട്രിയുടെ ഒരു ആദ്യത്തെ ഗ്ലിംസുകൾ കിട്ടി തുടങ്ങിയത്. ദെൻ ഇവൻച്വലി ഐ സ്റ്റാർട്ടഡ് ആക്ടിങ്. അങ്ങനെ സംഭവിച്ചത്. ഓക്കെ. ഈ ഗോഡ് ഫാദർ എന്നൊരു നെയിം കിട്ടിയപ്പോൾ എനിക്കൊരു പെട്ടെന്നൊരു കമന്റ്, ഞാൻ ഇന്ന് ഒരു സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയ ഒരു കമന്റ് ആണ് ശ്രീനാഥ് ബാസിനെ പറ്റി. കഠിനാധ്വാനം, സ്വന്തം അധ്വാനത്തിന്റെ ഫലമായി ഒരു ഗോഡ് ഫാദർ പോലും ഇല്ലാതെ മലയാള സിനിമയിൽ നിലനിൽക്കുന്ന നടനാണ് ശ്രീനാഥ് ബാസി. ഓക്കെ. I think it's just not me. I think there are other people as well. Like ഞാൻ മാത്രമല്ല. There are a lot of other people who have nobody in the industry, but they are trying their best. ഗോഡ് ഫാദർ വേണമെന്ന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഈ ലൈക്ക് സോ കോൾഡ് മീഡിയക്കാര് പറയുന്നത്? അങ്ങനെ എനിക്ക് തോന്നുന്നില്ല ഒന്നിലും അങ്ങനെ. യുനോ, നമുക്ക് നമ്മുടെ ഉള്ള റിസോഴ്സസും നമ്മുടെ ദൈവം അനുഗ്രഹിച്ചിട്ടുള്ള ബ്ലെസ്സിങ്സിനെയൊക്കെ കൗണ്ട് ചെയ്ത് ഉള്ളത് കറക്റ്റായിട്ട് ഉപയോഗിച്ച് പോയി കഴിഞ്ഞാൽ വലിയ കുഴപ്പമുണ്ടാവില്ല. അതിപ്പോ എന്താണെങ്കിലും ദൈവം തന്നിരിക്കുന്ന എന്ത് ഗിഫ്റ്റ് ആണെങ്കിലും, അതിപ്പോ പൈസ ആവാം, സ്വത്താവാം, കഴിവാവാം, യുനോ പെർസിവിയറൻസിന്റെ ഒരു ഇതാവാം, പേഷ്യൻസ് ആവാം. നമ്മളെന്താ വീട്ടിൽ നിന്ന് പഠിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ക്വാളിറ്റികൾ അതായിരിക്കും. ഞാനൊക്കെ വളരെ ഹംബിൾ ബിഗിനിങ്സ് വന്ന ചെക്കനാണ്. അപ്പോൾ എൻ്റെ വീടും ഞാൻ സ്റ്റിൽ ലിവ് വിത്ത് മൈ ഡാഡ് ആൻഡ് മോം. ഞാനും എൻ്റെ അച്ഛനും കൂടെ ജീവിക്കുന്നത്. അപ്പോൾ സോ ഐ ലവ് ദാറ്റ്. I want to keep it like that. They're also getting old. അപ്പോൾ ഓക്കെ, അങ്ങനെ തന്നെ ഇരിക്കട്ടെ അല്ലേ? ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ഇനി ഫാൻസ് ഇവിടെ കേരള ബിയേർഡ് അസോസിയേഷൻ പ്രതിനിധികളുണ്ട് കേട്ടോ. കേരള ബിയേർഡ് അസോസിയേഷൻ ശ്രീനാഥ് ബാസി എല്ലാരും ഒന്ന് എണീറ്റൊന്ന് നിൽക്കോ? What is Kerala Beard Association, man? This is madness. ഇനി ഉണ്ടല്ലോ ആൾക്കാര്. എവിടെ പോയി? 2 പേര് മാത്രമല്ലോ. പുറത്തോട്ട് പോയതാണ്. അയ്യോ, കറക്റ്റ് ടൈമില് പുറത്തേക്ക് പോയി. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ബാസിയോട് ചോദിക്കാനുള്ളത്? ഇപ്പൊ ഞാൻ കണ്ട മൂവി മുതലേ ബാസി എന്താ പറയാ, ഫസ്റ്റ് 1-2 മൂവി വെച്ച് ബാക്കി എല്ലാ മൂവിയിലും ബിയേർഡ് ആ ഒരു
അങ്ങനെ ഒരു കീപ്പ് ചെയ്യുന്നൊരു ആറ്റിറ്റ്യൂഡാണ് കണ്ടത്. അപ്പൊ ബാസി സാറിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, ബിയേർഡ് അങ്ങനെ വെച്ച് മൂവ് ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് കൊണ്ടാണോ? I guess so, bro. I think, I don't know. I always like my beard. എനിക്ക് ആദ്യം നേരത്തെ ഗോട്ടി മാത്രമായിരുന്നു, പിന്നെ ഗോട്ടിന്ന് മാറ്റി. എനിക്ക് കണക്ഷൻ ഇല്ലാത്ത കാരണം എനിക്ക് ഭയങ്കര സീനായിരുന്നു. അപ്പൊ but then I grew a full beard. But I've always liked beard, bro. ഓക്കെ. പക്ഷെ എനിക്ക് അളിയന്മാരെ പോലെ ഇങ്ങനെ വളർത്താനുള്ള, എന്റെ ബ്രദർ ഇങ്ങനെ ഈസ് ഗോട്ട് ബിയർഡ് ടിൽ ഹിയർ, ലോങ് ബിയർഡ്. ലോങ് ബിയർഡ്. പക്ഷെ എനിക്ക് പടമുള്ളതുകൊണ്ട് ഐ കാൺ ഗ്രോ ഇറ്റ്. അല്ലെങ്കിൽ ഐ വുഡ് ലവ് ടു ഹാവ് എ ലോങ് ബിയർഡ് ലൈക്ക് ദാറ്റ്. Okay.